ഈ വീഡിയോയിൽ ഫെഡറിക് മെർസ് ആണ് ഇപ്പം യൂറോപ്പിൽ ചർച്ചാ വിഷയം. വേറെ ഒന്നുമല്ല, പുള്ളി ഏറ്റവും കൂടുതൽ മെജോറിറ്റി കിട്ടിയിരിക്കുന്ന ചാൻസലർ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ച ആളാണ് ജർമ്മനി ഇലക്ഷൻ ഞായറാഴ്ച വളരെ തകൃതിയായിട്ട് തന്നെ നടപ്പിലായി. അതിന്റെ റിസൾട്ടുകൾ ഏതാണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഏതാണ്ട് 28% തന്നെ ഈ ഒരു കൺസർവേറ്റീവ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ് ഈ ഒരു മെജോറിറ്റി കിട്ടിയിരിക്കുന്നത്. ഇവർ തന്നെ ഒരു കോalition കുറേയുടെ കൂടെ, പക്ഷെ എന്നാലും ഈ ഒരു പാർട്ടിക്കാണ് അതിന്റെ ഒരു ലീഡിംഗ് റോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ AFD എന്ന് പറഞ്ഞ ഫാർ റൈറ്റ് നിൽക്കുന്ന ആൾക്കാർ രണ്ടാമത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് മാറിയിട്ടുണ്ട്. ഇതിപ്പോ എന്താണ് സൂചിപ്പിക്കുന്നത് പറഞ്ഞാൽ ഈ ഒരു ഫെഡറിക് മെർസ് തന്നെ ആയിരിക്കും ചാൻസലർ എന്ന് തന്നെയാണ് പരമാവധി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ഏഞ്ചല മെർക്കൽ ഉണ്ടായിരുന്ന സമയത്ത് ഏഞ്ചല മെർക്കലിന്റെ ഓപ്പോസിറ്റ് പാർട്ടി ആയിട്ട് വളരെ ശക്തമായിട്ട് തന്നെ നിന്നിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു മെർസ്. അപ്പൊ എന്തായാലും മെർസ് ചാൻസലർ ആയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ നിലവിലുണ്ടായിരുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഓൾഫ് സ്കോൾസ്, പുള്ളിക്ക് വെറും 16% മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും മെർസ് തന്നെയായിരിക്കും ചാൻസലർ സ്ഥാനത്ത് എന്നാണ് മെജോറിറ്റി ആയിട്ടുള്ള വാർത്തകളൊക്കെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ അത് തന്നെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഈ മെർസിന് ഒരുപാട് രാജ്യത്തുള്ള ആൾക്കാരൊക്കെ അഭിനന്ദനങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഊഹിക്കാം ഈ ഒരു വ്യക്തി തന്നെ ആവാനാണ് സാധ്യത എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു ജർമ്മനിയെ കുറിച്ച് വിലയിരുത്തി കഴിഞ്ഞാൽ ജർമ്മനി ഡെമോക്രാറ്റിക് ലിബറൽ എന്ന് പറഞ്ഞ ഈ ഒരു ലെഫ്റ്റ് ലിബറൽ എന്ന് പറഞ്ഞ ഈ ഒരു സംഘടനകൾ മൊത്തം ഇപ്പൊ പടിയിറങ്ങേണ്ട ഒരു അവസ്ഥയിലാണ്. പിന്നെ ഈ ഒരു AFD എന്ന് പറഞ്ഞ ഈ ഒരു പാർട്ടിയില്ലേ, ഈ ഫാർ റൈറ്റ് പാർട്ടി, ഇവർ ഓപ്പോസിഷനിൽ വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. നിയമപരമായിട്ട് അവർ തന്നെയാണ് വരേണ്ടത്. പക്ഷേ മറ്റുള്ള കുറെ പാർട്ടികളുണ്ടല്ലോ, ഈ ലെഫ്റ്റ് ലിബറൽ, ഇതിലൊക്കെ ഇപ്പൊ തോറ്റ ആൾക്കാരെല്ലാം ഈ ഓപ്പോസിറ്റിൽ തന്നെയാണ് വരേണ്ടത്. അപ്പൊ മറ്റുള്ള പാർട്ടികൾക്കൊക്കെ ഇവർക്ക് ഈ ഒരു റൈറ്റ് വിങ്ങിന് ഈ ഒരു പൊസിഷൻ കൊടുക്കാൻ അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ ചാൻസലർ പോസ്റ്റിങ്ങിനല്ല ഇപ്പൊ പ്രശ്നം നടക്കുന്നത് ഓപ്പോസിറ്റ് പാർട്ടി ലീഡറായിട്ട് ഇരിക്കുന്ന ഒരു ടീമിനെ കുറിച്ചാണ് ഇപ്പൊ തർക്കം. അപ്പൊ എന്നാൽ AFD അത് വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നില്ല. AFD ഇത്തവണ അത് എടുക്കാനാണ് സാധ്യത. ആഫ്റ്റർ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഒരു റൈറ്റ് വിങ് പാർട്ടി നേതൃത്വ നിരയിൽ, അതായത് ഒരു ഓപ്പോസിറ്റ് പാർട്ടി ലീഡർ നിരയിൽ എത്തുന്നത് ഇത് ആദ്യമായിട്ടാണ്. പിന്നെ ഈ ഫ്രെഡറിക് മെർസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഒരു US അനുകൂലി തന്നെയാണ്. ഇപ്പം ട്രംപ് ആയിക്കോട്ടെ, അതേപോലെ ഇലോൺ മസ്ക് ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ പിന്തുണ ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ AFD പാർട്ടി പറഞ്ഞല്ലോ, അപ്പൊ ഈ AFD പാർട്ടി ആയിട്ടുള്ള ഓപ്പോസിറ്റ് പാർട്ടി ആയാലും ശരി, ഇപ്പൊ ഈ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി ആയാലും ശരി, ഇവരൊക്കെ തന്നെ ഫാർ റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ലിബറൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം, ആ രീതിയിൽ തന്നെ നിൽക്കുന്ന പാർട്ടികളാണ് ഇതെല്ലാം. അപ്പൊ ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞാല് ജർമ്മനിക്കുള്ളിൽ നല്ലൊരു ചേരിതിരിവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാര്യം വേറെ ഒന്നുമല്ല, ഈ ഉക്രൈനുമായിട്ടുള്ള നിലപാടിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പൊ അതിങ്ങനെ ജർമ്മനി എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിൽ തന്നെ നല്ല രീതിയിൽ ലീഡ് ചെയ്യുന്ന, അതിന് നേതൃത്വം വഹിക്കുന്ന, ഈ യൂറോപ്യൻ യൂണിയനിൽ തന്നെ അംഗത്വമുള്ള പല രാജ്യങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ സഹായം കൊടുക്കുന്ന രാജ്യം കൂടെയാണ് ഈ ഒരു ജർമ്മനി. അപ്പൊ ജർമ്മനിയുടെ റോള് വളരെ നിർണായകമാണ്. അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന ഈ ഒരു ലെഫ്റ്റ് സോഷ്യൽ ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന ഈ ഒരു ലെഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സപ്പോർട്ട് ചെയ്യുന്ന ലെഫ്റ്റ് ലിബറൽസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ ഒരു സപ്പോർട്ടേഴ്സിന്റെ ഒരു പതർച്ചയാണ് ഇപ്പൊ കാണാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് വളരെ വളരെ വ്യക്തമാണ്. പിക്ചർ വളരെ ക്ലിയർ ആണ്. യൂറോപ്പിൽ ഒരു ചേരിതിരിവ് ഉണ്ടാവും, കാര്യം വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഉക്രൈൻ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയൻ ചെയ്ത മിസ്റ്റേക്ക്, നിരുപാധികം ഉക്രൈനെ പിന്തുണച്ചുകൊണ്ട് അവർ തന്നെ സ്വയമേ എക്സ്പോസ്ഡ് ആയ ഒരു അവസ്ഥയാണ്. എക്സ്പോസ്ഡ് ആയെന്ന് പറഞ്ഞാൽ അവരുടെ ഡിഫൻസ് മേഖലയിൽ അവർ വീക്ക് ആണ് എന്നുള്ളത്, ഡിഫൻസ് മേഖലയിൽ വളരെ വീക്ക് ആണെന്നുള്ള ഒരു ധാരണ മറ്റുള്ളവർക്ക് കൊടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അതവർ ചെയ്ത് കഴിഞ്ഞു, ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. അതിലുപരിയായിട്ടാണ് മീറ്റിംഗ് വെച്ചിട്ട് നമുക്ക് ഇന്നത് ആവശ്യമുണ്ട്, നമുക്ക് 3 ലക്ഷം സോൾജേഴ്സ് ആവശ്യമുണ്ട്, നമുക്ക് അതുപോലെ തന്നെ ഇത്ര ഡിഫൻസിന്റെ എക്യുപ്മെന്റ്സ് ആവശ്യമുണ്ട്, ഇങ്ങനെയൊക്കെ വിളിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു രാജ്യത്തിന്റെ ഡിഫൻസിന് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് രഹസ്യമായിട്ട് അത് ഓർഡർ കൊടുത്ത് സാധനം വരുത്തി വളരെ പെർഫെക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാന്നുള്ളതാണ് അവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട്, നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അതിലുപരിയായിട്ട് ഇവർ മീറ്റിംഗ് ഇട്ട് നമുക്ക് ഇതില്ല, അതില്ല, A ഇല്ല, B ഇല്ല, C ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ നാട്ടുകാരോട് തുറന്നു പറയാണ്. ഇവരുടെ ഈ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ടല്ലോ ഈ ജർമ്മനിയുടെ, അത് വല്ലാത്തൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണ്. ആ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അവർ ഓൾറെഡി എക്സ്പോസ്ഡ് ആയിരിക്കുന്ന അവസ്ഥയാണ്. ഈ എക്സ്പോസിംഗ് എന്ന് പറഞ്ഞ ഗുണം ചെയ്യുന്ന ആർക്കാണ്? തീവ്രവാദികൾക്കാണ്. തീവ്രവാദികൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം വേറെ ഒന്നുമില്ല, തീവ്രവാദികളുടെ മൊത്ത കുത്തകയുമുള്ളത് ഈ ഒരു യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. ഈ സിറിയയിൽ നിന്ന് പോയ ആൾക്കാരെ അന്ന് ഉദാര മനസ്സോടുകൂടി വന്നോളൂ എന്ന് പറഞ്ഞ് എല്ലാവരെയും കയറ്റിയിരുത്തി. ഈ വരുന്നതിൽ ആരാണ് തീവ്രവാദി, താടി വെച്ചിട്ട് മീശയില്ലാതിരിക്കുന്നത് ആരാണ്, ഇവനെ ഒന്നും കണ്ട് തിരിച്ചറിയാനുള്ള ഒരു ബോധ്യമില്ലാത്ത രീതിയിലാണ് ഇവർ പെരുമാറിയത്. അവർ കാണിച്ച ഒരു പെരുമാറ്റത്തിനുള്ള മറുപടി അവർക്ക് ഇപ്പോൾ ഓരോ ദിവസങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിൽ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, തീവ്രവാദ ആക്രമണം. അതിൽ 5 പേരെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 5 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തീവ്രവാദം മറ്റേ ആക്രമണം നടത്താൻ പോയവൻ ഒരുത്തൻ, പക്ഷെ പിടികൂടിയത് ഇപ്പൊ 5 പേരെയാണ്. അപ്പൊ ഇവർ സംഘങ്ങളായിട്ട് ചേർന്ന് ഇങ്ങനെ പ്രവർത്തിക്കുകയാണ്. ഒരു സമയത്ത് ഒരുത്തൻ ആക്രമണം നടത്തും, അത്രേ ഉള്ളൂ. സ്വർഗത്തിൽ പോകാനുള്ള ടിക്കറ്റ് ഞാൻ എടുത്തോളാം എന്ന് ആദ്യം ആരാണോ സമ്മതിക്കുന്നത് അവൻ പോകും ആക്രമണം നടത്താൻ. മറ്റവന്മാർ പറയും ഞങ്ങൾ തൊട്ട് പുറകെ ഓരോ ആക്രമണങ്ങൾ നടത്തി ഇങ്ങനെ വന്നോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ.
അതുപോലെ തന്നെ ഒരു സിറിയക്കാരൻ ജർമ്മനിക്കുള്ളിൽ ഇന്നലെ ഇതേപോലെ ഒരു ആക്രമണം. അപ്പൊ ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. തീവ്രവാദമാണ്. പിന്നെ ഇനി ശരിക്കും പറഞ്ഞാൽ ഇനി ജർമ്മനിക്കുള്ളിൽ തീവ്രവാദത്തിന്റെ സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം ആ രീതിയിലുള്ള സർക്കാരാണ് അവിടെ വരാൻ പോകുന്നത്. തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരല്ല, തീവ്രവാദത്തിനെ ഗണ്ണിക്കാൻ പോകുന്ന സർക്കാരാണ് അവിടെ വരാൻ പോകുന്നത്. അത് വരുന്നത് കൊണ്ട് തന്നെ തീവ്രവാദികൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് പെരുമാറി തുടങ്ങും. ഇപ്പൊ തന്നെ അവർ അലർട്ട് ആയിട്ടുണ്ടാവും. ജർമ്മനിയിൽ ഇങ്ങനെയാണ് സംഭവം, നമ്മൾ പണി തുടങ്ങാനുള്ള നേരമായി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ അവിടെ അലർട്ട് കൊടുത്ത് സംഭവം എല്ലാം റെഡിയാക്കി നിർത്തിയിട്ടുണ്ടാവും. ഈ ഉറങ്ങിക്കിടക്കുന്നവരെല്ലാം ഇപ്പൊ അലർട്ടായി റെഡിയായി ഇരിപ്പുണ്ട്. ഇനി ജർമ്മനിക്കുള്ളിൽ തുടരെ എന്തെല്ലാം അതിക്രമങ്ങൾ നടക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടോ. അതിനുപരിയായിട്ട് ഇനിയിപ്പോ വരാൻ പോകുന്ന സർക്കാർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഡിഫൻസ് ശക്തമാക്കുക, ലോക്കൽ പോലീസിംഗ് വളരെ വളരെ വിജിലന്റ് ആക്കുക. എവിടെയെങ്കിലും ചെറിയൊരു സൂചന കിട്ടിയാൽ തന്നെ പൊക്കിയെടുത്ത് ആദ്യമേ തന്നെ ഡീറ്റെയിൻ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ നാട് കടത്തുക. അതാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോ ട്രംപ് ചെയ്ത പോലത്തെ പരിപാടി ഈ ഇവിടെ നിന്ന് സിറിയയിൽ നിന്നൊക്കെ കയറിപ്പോയി ഈ തീവ്രവാദികളെല്ലാം കെട്ടിപ്പറക്കി ഇനി കൂട്ടത്തോടെ കൊണ്ട് നാട് കടത്തും. അതാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. ആ രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ തയ്യാറായിട്ട് വേണം ഇനിയിപ്പോ ജർമ്മനിയുടെ പുതിയ സർക്കാർ വരാൻ. ഈ ഫെഡറിക് മെർസ് എന്ന് പറഞ്ഞ വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഇതിന് മുമ്പ് ഒരു സർക്കാർ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നല്ലോ, സോഷ്യൽ ഡെമോക്രാറ്റുകൾ, അതായത് ഈ ഒരു സ്കോൾസിന്റെ പാർട്ടി. അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന് എതിരായിട്ടുള്ള ഒരുപാട് റെഫറൻഡം ഒക്കെ അവരുടെ പാർലമെന്റിലൊക്കെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ ഗണ്ണിച്ച് എതിർത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഈ ഫെഡറിക് മെർസ്. അതുപോലെ തന്നെ ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ ഇസ്രായേലിനെതിരെ ഫയൽ ചെയ്തിരുന്ന ആ ഒരു കേസിനെ എതിർത്ത് വളരെ ശക്തമായിട്ട് പരാമർശിച്ചിരുന്ന ആളാണ് ഈ ഫെഡറിക് മെർസ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഇസ്രായേൽ സപ്പോർട്ടർ അഥവാ ഒരു ഇസ്രായേൽ അനുകൂലി എന്ന് തന്നെ പറയാം. ആ രീതിയിലുള്ള വ്യക്തിയാണ് അവിടെ ജർമ്മനിയിൽ വരാൻ പോകുന്നത്. അപ്പൊ ജർമ്മനി യൂറോപ്പ് മേഖലയിൽ ഒരു ഹ്യൂജ് ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. ഈ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന് ഗുണകരമാണ്, അതേപോലെ തന്നെ അമേരിക്കയ്ക്കും ഗുണകരമാണ്. അപ്പൊ അതുകൊണ്ട് ഉക്രൈനോടുള്ള നിലപാട് മാറാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. സെലൻസ്കി ഇപ്പൊ ഇതെല്ലാം കേട്ടിട്ട് കെട്ടിപ്പറക്കിക്കൊണ്ട് ഇന്ന് തന്നെ ഞാനൊരു പത്രസമ്മേളനം നടത്താൻ പോകാന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിപ്പുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. കാരണം അത് വേറെ ഒരു ഫുൾ ലെങ്ത് വിഷയമുണ്ട് സംസാരിക്കാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒലഫ് സ്കോൾസ് എന്ന് പറഞ്ഞ ആ ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഇതിന് മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്ന റിസൈൻ ചെയ്തിട്ട് പോയ ആൾക്കൊക്കെ 16% വോട്ടിംഗ് ആണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇപ്പം AFD പാർട്ടിയൊക്കെ നല്ല രീതിയിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു AFD എന്ന് പറഞ്ഞ റൈറ്റ് വിങ് പാർട്ടി അവർ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ഓപ്പോസിറ്റിൽ ഇരിക്കാൻ പ്രാപ്തിയുള്ള ആൾക്കാർ. അപ്പൊ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫാർ റൈറ്റ് ഓപ്പോസിറ്റും അതുപോലെ തന്നെ ഒരു ലിബറൽ റൈറ്റ് ആയിട്ടുള്ള ഗവൺമെന്റും ആയിരിക്കും അവിടെ ഭരിക്കാൻ പോകുന്നത് ജർമ്മനിയിൽ. പിന്നെ ഈ ഓപ്പോസിറ്റിൽ ഇരിക്കാനുള്ള ഒരു കസേര കൊടുക്കാൻ മറ്റുള്ള പാർട്ടികൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഭയങ്കര കഠിനമായിട്ടുള്ള മത്സരമാണ്. ഈ സോഷ്യൽ ഡെമോക്രാറ്റൊക്കെ ഇപ്പൊ തോറ്റിപ്പോ പോയ ആൾക്കാരല്ലേ, അവരൊക്കെ ഇപ്പം വേറൊരു സഖ്യമായിട്ട് മാറാനുള്ള, അതായത് മറ്റുള്ള പാർട്ടികളെയൊക്കെ ചേർത്തുകൊണ്ട് ഒരു ഒറ്റകക്ഷിയായിട്ട് മാറിക്കൊണ്ട് ഈ ഒരു AFDയെ ഗണ്ണിച്ചുകൊണ്ട് അതിന് ബദലായിട്ട് ഒരു രണ്ടാമത്തെ ലാർജസ്റ്റ് പാർട്ടിയായിട്ട് മാറി ഓപ്പോസിറ്റ് ലീഡർഷിപ്പ് ആ ഒരു പൊസിഷൻ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത്. പ്രതിപക്ഷം ആരെടുക്കും എന്നുള്ളതിന്റെ തർക്കമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അവിടെ വളരെ തീവ്രമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നടക്കട്ടെ, ഡെവലപ്മെന്റ്സ് വരും ദിവസങ്ങളിൽ അറിയിക്കാം. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക നീക്കമാണ്. യൂറോപ്പിൽ ശരിക്കും പറഞ്ഞ ഒരു ഡീവിയേഷൻ ക്ലിയർ ആയിട്ട് സംഭവിക്കാൻ പോവാണ്. അപ്പൊ തീവ്രവാദം അവിടെ കൂടാൻ പോകുന്നു. നമ്പർ 1 കാര്യം, തീവ്രവാദത്തിനെതിരെ അതേപോലെ ഈ കുടിയേറ്റ നിയമത്തിനെതിരെ പ്രവർത്തിക്കുന്ന സർക്കാരാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയെ അനുകൂലിക്കുന്ന ഒരു സർക്കാർ, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന സർക്കാർ, ഉക്രൈനെ എതിർക്കുന്ന സർക്കാർ. 5 വിഷയങ്ങൾ മനസ്സിലായല്ലോ. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ജർമ്മനി ഇപ്പൊ, അതായത് ജർമ്മനിയുടെ ജനങ്ങളാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുവരെ കൊണ്ടുപോയ നയങ്ങൾ ശരിയായില്ല എന്നുള്ള രീതിയിൽ ഒരു തീരുമാനമെടുത്ത് കൃത്യമായി വോട്ടിട്ട് ആൾക്കാരെ തെരഞ്ഞെടുത്ത് അവിടെ തലപ്പത്തി ഇരുത്തിയിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ഫെഡറിക് മെർസ് എന്ന് പറഞ്ഞ ഈ ഒരു ചാൻസലർ പൊസിഷനിൽ വരാൻ പോകുന്ന ഈ ഒരു വ്യക്തി ഏഞ്ചല മെർക്കൽ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പാർലമെന്റിൽ വളരെ നിർണായകമായിട്ടുള്ള റോളുകൾ വഹിക്കുകയും അതുപോലെ തന്നെ ശക്തമായി പ്രതിപക്ഷത്തിൽ നിന്ന് ആഞ്ഞടിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആണ്. തുടർച്ചയായും ഇതിന്റെ അപ്ഡേറ്റ്സുകൾ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ജർമ്മനിയുടെ ഇലക്ഷൻ യൂറോപ്പ് മേഖലയിൽ ഈ ഒരു റഷ്യ, പ്രത്യേകിച്ച് റഷ്യ ഉക്രൈൻ റീജിയൻ, അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.